ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്ന ഏത്തക്ക ഫ്രൈ ആണ്. അതിനുവേണ്ടി ആദ്യം ഒരു ഏത്തക്ക എടുത്ത് ഇതുപോലെ തൊലി കളഞ്ഞ് കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഒരു ചീനച്ചട്ടിയിലോട്ടിട്ട് അതിലോട്ട് തന്നെ 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ഇട്ട് എന്നിട്ട് 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് വേവാൻ വേണ്ടി 15 മിനിറ്റ് നേരം മൂടി വെക്കണം. ഇതാദ്യം ഹൈ ഫ്ലെയിമിലിട്ട് 3 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ട് വേണം വേവിച്ചെടുക്കാൻ. 15 മിനിറ്റ് കഴിഞ്ഞ് വെള്ളമെല്ലാം പറ്റി നന്നായി വെന്ത് കിട്ടി. ഇതുപോലെ ആയി കിട്ടണം. ഇത് കുറച്ച് ചൂടാറിയതിന് ശേഷം അതിലോട്ട് 2 സ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് പിന്നെ ഞാൻ ഉപ്പ് പിടിക്കാത്തതുകൊണ്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കൈകൊണ്ട് നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഇനി ഒരു പാനിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് മിക്സ് ചെയ്ത് വെച്ച ഏത്തക്ക വെച്ച് കൊടുക്കാവുന്നതാണ്. കൂടുതൽ എണ്ണയൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ ഒഴിച്ച് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ആദ്യം ഹൈ ഫ്ലെയിമിലിട്ട് 2-3 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ഇതുപോലെ തന്നെ മറുവശവും ഫ്രൈ ചെയ്തെടുക്കുക. നന്നായി ഇതുപോലെ ഫ്രൈ ചെയ്ത് കിട്ടിയതിന് ശേഷം ഇനി ഒരു കഷ്ണം ചെറുനാരങ്ങ നീര് പിഴിഞ്ഞൊഴിക്കുക. എന്നിട്ട് ചെറുതായി ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ ഏത്തക്ക ഫ്രൈ റെഡിയായി കിട്ടി. ഇത് നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഇത് കുട്ടികൾക്ക് ലഞ്ച് ബോക്സിൽ കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഐറ്റമാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒപ്പം ലൈക്കും ഷെയറും ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ.